വീണ് കിടക്കുന്ന അടിക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗെറ്റപ്പ് പാട് വീണ് കിടക്കുന്ന അടിക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവൻ നായൻ്റെ മോൻ എന്നൊക്കെ എന്നത് പറഞ്ഞില്ലേ, ഞാൻ നായൻ്റെ മോൻ തന്നെ. അതിലൊരു കുഴപ്പമില്ല എനിക്ക് പറയാനില്ല. പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം ഇയാൾക്കുണ്ടോ? അല്ലു അർജുന്റെ സിനിമ കണ്ടാണ് പ്രേമം തുടങ്ങിയത്. ഞാൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. അല്ലു അർജുന്റെ സിനിമയായിരുന്നു എന്റെ കാരണം. പിന്നെ അല്ലാതെ ആര്യ മോളെ ശാരദ, ഞാനൊരു വികാരി ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരും. നമ്മൾ ഓരോ പടത്തിനെ കുറ്റം പറയുന്നത് ഡയറക്ടർമാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നല്ല സിനിമ നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട്. ആറാട്ടെണ്ണ ഞാൻ അലിൻ ജോസ് പെരേരയൊക്കെ ഞാൻ മൂലത്തിന്റെ വരി കയറുമെന്ന് പറഞ്ഞു. ഉപദേശമില്ലാക്കുള്ള പർപ്പസാറേ, പക്ഷെ ഒരു പ്രശ്നപ്പെട്ട് തന്റെ തന്തയല്ല എന്റെ തന്ത. എനിക്ക് സാരി ഇതെല്ലാം കൂടെ എടുത്തപ്പോൾ തന്നെ ഒരുപാട് പൈസയായി. 1000 രൂപയിലെ നിന്നില്ല, ഒരു 1600 രൂപയായി. പേടിയല്ല നീലകണ്ഠ, സന്തോഷ. നീ അലങ്കോലമാക്കി ഈ ഉത്സവം. ഈ പുരുഷാരം നോക്കി നിൽക്കേ, നിന്നെ ഞാനങ്ങ് തല്ലാൻ പോവുക. വേട്ടവളിയനെന്നാ അയാൾക്കെന്ത് വളി വിടൂലേ? അയാൾ വളി വിടൂലേ? അയാൾ വളിയിടാത്ത മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനല്ലേ രവിശങ്കർ? നിങ്ങൾക്ക് വളി പോവുക, എനിക്കും വളി പോകും. ഓക്കെ അല്ലേ? അപ്പൊ രവിശങ്കർ ഒന്ന് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതാണ് പറയണത്, പുണ്ടാച്ചി പെർഫോമൻസ്. സിനിമാ പ്രേമികളേറെ കാത്തിരുന്ന അല്ലു അർജുൻ നായകനായി അഭിനയിച്ച പുഷ്പ 2 എന്ന സിനിമ റിലീസായിട്ട് 2 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പുഷ്പ 2 കേരളത്തിൽ റിലീസായ ദിവസം അതിൽ അല്ലു അർജുൻ്റെ അതേ ഗെറ്റപ്പിൽ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ഒരു വ്യക്തി പ്രശസ്തനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഞാനിന്ന് കണ്ട് മുട്ടിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഷാനു എന്നാണ്. സത്യം പറഞ്ഞാൽ അന്നേ ദിവസം TV ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു, താരസാന്നിധ്യമായിരുന്നു അല്ലേ? ന്യൂസ് 18 ചാനലിലും ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ഓഡിയൻസ് റിയാക്ഷനൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും. കാരണം ഇദ്ദേഹം പല പല പേരുകളിലൂടെയാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം തുപ്പലനെന്നും, പിന്നെ ആവേശം എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ ഷർട്ട് ഊരി തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആവേശം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടും, പിന്നെ ഒരു ദിലീപിൻ്റെ സിനിമ ആസിഫ് അലിയുടെ തലവൻ ഇറങ്ങിയ ദിവസം തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വേറെ ഒരു ഇത് കൂടെ ഉണ്ടായിരുന്നു, ദിലീപേട്ടൻ്റെ. ദിലീപേട്ടൻ നമ്മുടെ ഉയരാണ്. ആണ്. പിന്നെ അണ്ണ അല്ലു അർജുൻ, ദിലീപേട്ടൻ അല്ലു അർജുൻ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ. അല്ലു അർജുൻ്റെ ആര്യ, ഹലോ, പിന്നെ ദൃശ്യ, അങ്ങനെയുള്ള സിനിമയൊക്കെ ഉണ്ട്. അതൊക്കെ അന്നോട്ടെ ഞാൻ ഭയങ്കര ഫാനാണ്. കാര്യം നമ്മൾ അല്ലു അർജുൻ്റെ സിനിമ കണ്ടാണ് പ്രേമം തുടങ്ങിയത്. ഞാൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അല്ലു അർജുൻ്റെ സിനിമയായിരുന്നു എന്റെ കാരണം. പിന്നെ അല്ലാതെ ആര്യ, ഹലോ ഒക്കെ കണ്ട് പിന്നെ എന്റെ കിളിയല്ലേ പോയത്. എത്ര പ്രാവശ്യം കണ്ടു. ദിലീപേട്ടൻ്റെ തങ്കമണി എന്ന സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ആറാട്ടെണ്ണനെ കുറിച്ച് ഞാൻ ആറാട്ടെണ്ണനെയും ചെകുത്താനെയും അലിൻ ജോസ് പെരേരയെയും കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ അറിയായിരിക്കും ആ പേര്. പറഞ്ഞോളൂ. അത് ചേട്ടൻ അറിയാം. ചേട്ടൻ പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പറഞ്ഞോളൂ. അത് മൂലത്തിന്റെ വരി ഞാൻ കീറുമെന്ന് പറഞ്ഞ് വരി എണ്ണ. അപ്പൊ വരിയാണ്. അപ്പം അങ്ങനെ പല പല പേരുകളുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് കൈരളിയിലെ റിപ്പോർട്ടർ താങ്കളോട് ചോദിച്ചത് താങ്കൾക്ക് പല പല പേരുകളുണ്ട്, ഏത് പേരെന്നാണ്. അപ്പം അത് പറയുന്നതിന് മുമ്പേ വേറൊരു കാര്യം കൂടി ഉണ്ട്. കങ്കുവ എന്ന സിനിമ റിലീസായി അതിന്റെ ഒരു തിയേറ്റർ റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് താങ്കളുടെ ഒരു റിയാക്ഷൻ, അഭിപ്രായങ്ങൾ വൈറലായിരുന്നു. 480 ടിക്കറ്റ് കൊടുത്താണ് ഞാൻ പടം കാണാൻ വേണ്ടി വന്നത്. ആ 480 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സുമേഷും കൂടെ 460 രൂപയ്ക്ക് മാംഗോ ചില്ലി എടുത്ത് 20 രൂപയ്ക്ക് 2 താറാമുട്ടയും വാങ്ങിച്ച് ഞങ്ങൾ സുഖമായിട്ട് അടിക്കുമായിരുന്നു. അന്ന് താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് 480 രൂപ നഷ്ടം വന്നു. അത് 460 രൂപയ്ക്ക് മാംഗോ ചില്ലി വാങ്ങിച്ച് താങ്കളുടെ ഫ്രണ്ടായ സുമേഷിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ്, 2 താറാവ് മുട്ടയും കൂടെ കഴിക്കാനുള്ളതായിരുന്നു. പക്ഷെ അത് കുറച്ച് വൈറലായിരുന്നു. അപ്പം പലരും ചോദിച്ചിരുന്നു, ആരാണ് ഈ സുമേഷ്? ഇത് വെറും മാംഗോ ചില്ലിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ട്ണറാണോ അതോ നിങ്ങളുടെ ചങ്ക് സുഹൃത്താണോ? ആരാണ് ഈ സുമേഷ്? നമുക്ക് ഒരു 10 വർഷമല്ല, 10 ഒരു 15 വർഷത്തെ പരിചയമുണ്ട് സുമേഷായിട്ട്. അപ്പം നമ്മൾ പിന്നെ ഇപ്പം ഞാൻ അല്പം സ്വല്പം മദ്യമൊക്കെ കഴിക്കുന്ന ആളൊക്കെ തന്നെയാണ്. എന്നാലും ഇപ്പം മറ്റേ കാട്ടാച്ചിയൊന്നും അടിക്കൂല. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും മാംഗോ ചില്ലിയാണ്. എല്ലാവരും പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും സുമേഷും പിന്നെ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, നമ്മളെ ഇടുമ്പൻ എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട്. നമ്മളെ 3 പേരും കൂടെ ഇരുന്നാണ്, ആളുടെ പേര് വ്യക്തമാക്കൂല, 3 പേരും ഇരുന്നാണ് നമ്മൾ ഈ മാംഗോ ചില്ലി അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് പിന്നെ ഇതിന്റെ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് വന്ന ഒരു കണ്ടന്റാണ്. ഓക്കെ. അപ്പം മാംഗോ ചില്ലി, അപ്പം അവസാനം ഫിക്സ് ചെയ്തിരിക്കുന്നത് മാംഗോ ചില്ലി അണ്ണൻ എന്നാണ്. മാംഗോ ചില്ലി അണ്ണൻ.
എന്നാൽ ശരിക്കുള്ള പേര് ഷാനു എന്നാണ്. ഷാനു തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് കൊളത്തൂർ ഉള്ള സ്വദേശിയാണ്. ഇൻഫോസിസ്. അപ്പോൾ എത്ര കാലമായിട്ട് ഇങ്ങനെ സിനിമകളിൽ ഈ ആദ്യം എത്ര വർഷമായിട്ട് ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ സ്ഥിരമായി ആയ ദിവസം തന്നെ കാണാൻ വരുന്നുണ്ട്? ഇപ്പം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു മരക്കാറൊക്കെ ഇറങ്ങിയ സമയം തൊട്ടൊക്കെയാണ്. അല്ല, അതിനു മുമ്പ് സിനിമകൾ കാണുന്നു? അതിനു മുമ്പ് സിനിമകൾ കാണുന്നത് ഒരുപാട് വർഷങ്ങളുണ്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് 60 കാലം മുതൽ സ്വന്തമായിട്ട് ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ പിന്നീട് ഞാൻ സ്വന്തമായിട്ട് പോയി കാണാറുണ്ട്. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു ഡ്രൈവറാണ് അല്ലേ? ഡ്രൈവറാണ്. എന്തൊക്കെയാണ്? സ്വന്തമായിട്ട് വണ്ടിയുണ്ടോ? സ്വന്തമായിട്ട് എനിക്ക് ഒരു ഓട്ടോറിക്ഷയുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ മയിൽ വാഹനം. ഓട്ടോറിക്ഷ ഓടിക്കുന്നു, പിന്നെ സ്കൂൾ ബസ് ഓടിക്കും. ഓക്കെ, സ്കൂൾ ബസ് ഓടിക്കും, ഓട്ടോറിക്ഷ ഓടിക്കും. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. അപ്പം അന്ന് കങ്കോ സിനിമ കഴിഞ്ഞതിന് ശേഷം 480 രൂപ പോയെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഒരു ദിവസം മൊത്തം ഓടണം 450 രൂപ. എന്നിട്ട് അന്നത്തെ ദിവസം കിട്ടിയോ 450 രൂപ? ഇല്ല. കിട്ടിയില്ലേ? ഇല്ല. എത്ര ദിവസം എടുത്ത് 450 രൂപ കിട്ടാൻ? 450 രൂപ രാവിലെ നമ്മളൊരു 6:30 വണ്ടിയോടെ ഇറങ്ങും. 6:30 വണ്ടിയോടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണി വരെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 250-300 രൂപ കിട്ടുള്ളൂ. കാര്യം നമ്മുടെ സീനിയാരിറ്റി അനുസരിച്ചാണ് സ്റ്റാൻഡിൽ. എല്ലായിടത്തും അങ്ങനെയാണ്. സ്റ്റാൻഡിലാണോ? നമ്മൾ മിനിമം ചാർജ് 30 അല്ലേ. ഇപ്പോൾ ഒരു 25 വണ്ടി ഉണ്ടെങ്കിൽ അത് 1 മണിക്കൂറൊക്കെ എടുക്കും ഒരു സീനായിട്ട് കിട്ടും. തള്ളി വരുമ്പോൾ കിട്ടുന്ന ചിലപ്പോൾ ഒരു 30 രൂപയായിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു പുഷ്പ സിനിമ റിലീസ് ആയതിനു ശേഷം കൂടെ അതിൻ്റെ കമൻറ്റുകളെല്ലാം ശ്രദ്ധിച്ചായിരുന്നു? കമൻറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കുന്ന എല്ലാ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കമൻറ്റുകൾ ഇങ്ങനെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയാൻ പറ്റുമോ? കാരണം ഇത് കാണുന്നവർക്ക് അവരിത് കാണുകയാണെങ്കിൽ അവർക്കുള്ള നേരിട്ടുള്ളൊരു മറുപടി ആയിക്കോട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയും. ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ വന്ന അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഇതായിരുന്നു. സുഹൈൽ എന്നാണ് വ്യക്തിയുടെ പേര്. മേക്കപ്പിന്റെ പൈസ പോയോ അണ്ണ, സാരമില്ല, കഴുത്തിലുള്ള നാരങ്ങ കൊണ്ട് സർബത്ത് ഉണ്ടാക്കി വിറ്റ് മുതലാക്കാം. ഇതിനെന്ത് മറുപടി പറയും? അതിനെന്താ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൂട് സമയത്ത് ആ നാരങ്ങ കൊണ്ട് വരുമ്പോൾ ഞാൻ എന്തിനാന്ന് മുതലാക്കണം? അത് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ഉപയോഗിച്ചൂടെ? അല്ലെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ പുള്ളിയല്ല സുമേഷിന്റെ കൂടെ മാംഗോ ചില്ലി വരെ അടിക്കാൻ പോകായിരുന്നു. അത് ആണ് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് വേറൊരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് എനിക്കാണെങ്കിൽ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് വെച്ചാൽ അത് എടുത്ത് പറയാൻ കാരണം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി അനോണിമസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് അയാളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ടില്ല. അണ്ണന്റെ ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞിരിക്കുന്നത് മുഖത്ത് രോമം അമിതമായി വളരുന്ന ഒരു രോഗത്തിന്റെ പേര് പറയുന്നു. ആ രോഗത്തിന്റെ പേര് ശരിക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു മനുഷ്യന് വരുന്നതല്ല, ഒരു മൃഗത്തിന് വരുന്ന അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ട്. കാരണം അത്രയും മ്ലേച്ഛമായ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഈ എന്ന അവസ്ഥയെ വകവയ്ക്കാതെ ജീവിക്കുന്ന പുഷ്പലത ചേച്ചിക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ചെണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇട്ടിരിക്കുന്ന ആൾ അനോണിമസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ നടന്നു പോവാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് നിങ്ങളെ ഒരുമാതിരി കൂക്കി വിളിക്കുന്ന സ്വഭാവമാണ്. എന്ത് പറയും ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെടുത്ത്? അല്ല, എനിക്ക് അവരെ ഇനി തന്നെ പറയണമെന്നാണ് എനിക്ക് താല്പര്യം. കാര്യം വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ഒരു ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാര്യം പുഷ്പലത എന്നൊക്കെ പറഞ്ഞല്ലോ, പുഷ്പലത എന്നുള്ള ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഹൈലൈറ്റ് ആയില്ല ആ ഒരു പേര്. അപ്പൊ ഇത് കണ്ടിട്ട് വിഷമം എനിക്ക് സന്തോഷമല്ലേ? ആണ്. പിന്നെ നേരത്തെ വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് ഹാക്കർ മീഡിയ എന്നുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ്. പട്ടുസാരി, 3 കിലോ ഓറഞ്ച്, പൂമാല, ചിലവുള്ള റിവ്യൂ ആണല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മറുപടി? അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ചിലവൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ഇതാണെങ്കിൽ ഒരു 500 രൂപ കൊണ്ട് വരാൻ പറയാം എൻ്റെ അടുത്ത്. ഹാക്കർ മീഡിയ അണ്ണനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അണ്ണനെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നാണ്. പിന്നെ വേറൊരാൾ ഏതാ ഈ ഷാനു വേട്ടാവളിയനെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, രവിശങ്കർ എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. വേട്ടാവളിയൻ അയാൾക്കെന്ത് വളി വിടൂലേ? അയാൾ വളി വിടൂലേ? അയാള് വളയിടാത്ത മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനല്ലേ രവിശങ്കർ? നിങ്ങൾക്ക് വളി പോവുമെങ്കിൽ എനിക്കും വളി പോകും. ഓക്കെ അല്ലേ? അപ്പൊ രവിശങ്കർ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് ബിലാൽ എന്നാണ്. ബിലാൽ ചോദിച്ചിരിക്കുന്നത്, ബ്രോ ഈ 1000 രൂപയുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു? ആ പൈസ ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ സുമേഷും 2 ഫുൾ മാംഗോ ചില്ലി എടുത്ത് കുഴിമന്തിയും കഴിച്ചേനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചോദിക്കണമെങ്കിൽ ഉള്ള കാര്യം പറയാം. അത് സമതയ്ക്കടയ്ക്കാൻ പറ്റുന്ന പൈസയാണ് ഞാൻ കൊണ്ടുവന്നത്. ആണോ? സമതയ്ക്കടയ്ക്കാൻ പറ്റുന്ന പൈസ. എന്നിട്ട് അത് എടുത്തോണ്ട് വന്നത് അത് നമുക്ക് ഞായറാഴ്ച നടച്ചാൽ മതിയല്ലോ. അതുവരെ ഓട്ടോ ഓടി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച് വീട്ടുകാരെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. എടുത്തിട്ട് വന്ന് അത് ഇപ്പോൾ ഒരു 1000 ഒന്നും അല്ല,
എനിക്ക് സാരി ഇതെല്ലാം കൂടെ എടുത്തപ്പോൾ തന്നെ ഒരുപാട് പൈസയായി. 1000 രൂപയിൽ നിന്നില്ല, ഒരു 1600 രൂപയായി. 1600 രൂപയായി. പിന്നെ മേക്കപ്പ് കിറ്റും കാര്യങ്ങളും 1600 എനിക്കൊരു 750 എൻ്റെ ഉണ്ടായിരുന്നു. ബാക്കി പൈസ ഞാൻ നമ്മുടെ ദൃശ്യനെ വിളിച്ചായിരുന്നു. ദൃശ്യം എന്ന് പറയുന്ന ഇവിടെ റിവ്യൂ ഒക്കെ പറയാൻ പറ്റുന്ന കുട്ടിയാണ്, UC വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ്. ബാക്കി പൈസ എനിക്ക് തന്നത്. പിന്നെ ഷാനിച്ചേട്ടാ എൻ്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്ന, ഞാൻ അങ്ങ് പൈസ തരൂലായിരുന്നെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ബാക്കി പൈസ ആ കൊച്ചാണ് എനിക്ക് തന്നത്. നല്ല മനസ്സിനുടമയാണ്. അപ്പം അങ്ങനെ സുഹൃത്തുക്കള് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് വന്നത്. പിന്നെ തീർച്ചയായും. അല്ല, ഈ അണ്ണന് തിയേറ്ററിനകത്ത് കയറി വരുമ്പോൾ ഞാൻ ആ തിയേറ്റർ, നമ്മൾ രണ്ടുപേരും ഒരേ തിയേറ്ററിൽ നിന്നാണ് സിനിമ കണ്ടത്. അത് സിനിമ തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഈ അല്ലു അർജുന്റെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നത്. ആരുടെ ചിലങ്ക? ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും ഭദ്രകാളി, അത് കാളി അടുത്തോടെ. അപ്പോൾ അണ്ണൻ ഇങ്ങനെ ഫുൾ കോസ്റ്റ്യൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ താടി കാരണം, മുഖത്തുള്ളൊരു മേക്കപ്പും കാരണം പലരും തെറ്റിദ്ധരിച്ചത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പോസ്റ്റ് ഇട്ടു, അത് ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശരി. വേറൊരാൾ ചോദിച്ചിരിക്കുന്നത്, രാഹുലാണ് ചോദിച്ചിരിക്കുന്നത്, ഇപ്പം പറഞ്ഞല്ലോ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഈ കോസ്റ്റ്യൂമിൻ്റെ പൈസ മുതലാക്കാൻ ഇനി എത്ര നാൾ ഓട്ടോ ഓടിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നല്ല കൊയ്ത്ത് കിട്ടും. ഒരു 1000-1500 രൂപ ഒക്കെ കിട്ടും. വെള്ളിയാഴ്ച ദിവസം ഇൻഫോസിസിൽ എല്ലാവരും നാട്ടിൽ പോകും. അന്നാണ് ഈ പൈസ പിടിക്കാൻ വേണ്ടി ഇരിക്കണത്. അത് പിടിച്ചിട്ട് ശനിയാഴ്ച ദിവസം ഓടിയിട്ട് ദൃശ്യക്ക് ബാക്കി പൈസ കൊടുക്കണം. മറ്റേ പൈസ ഒപ്പിച്ച് ദൃശ്യക്ക് ബാക്കി പൈസ കൊടുക്കണം. പിന്നെ ഒരു 460 രൂപ നമുക്ക് ഒപ്പിക്കേണ്ട. ദൃശ്യക്ക് എന്തായാലും ആ ഒരു സുഹൃത്ത് ബന്ധം എന്തായാലും അതിനൊരു അടുത്തതിന് എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഏത് സിനിമയ്ക്കാണ് ഈ ഒരു കോസ്റ്റ്യൂമിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? ലാലേട്ടൻ്റെ സിനിമയ്ക്ക് വരാനുള്ള പരിപാടിയിലാണ് ബറോസ്. അത് എങ്ങനെ പോയാലും ഒരു 2500 രൂപയെങ്കിലും ആവും. അല്ല, അത് ഇനി മുട്ടയടിക്കോ നമ്മുടെ ഈ പപ്പടം വെച്ചുള്ള പരിപാടിയായിരിക്കും അത് ഞാൻ ഓൾറെഡി പളഞ്ഞി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഭഗവാന്റെ ഭക്തനാണ്. അപ്പം ഭഗവാന്റെ ഭക്തനും കൂടെ ആയതുകൊണ്ട് പിന്നെ ഒരു ദേവി ഭക്തനും കൂടെയാണ്. അപ്പം ഈ അർദ്ധനാരീശ്വര ഒരു വേഷം കെട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിനിമ, അല്ലു അർജുന ഈ ഒരു സിനിമ ഒരുക്കിയപ്പോൾ അങ്ങനെ ഒരു വേഷം ചെയ്യാൻ കിട്ടിയില്ല. എനിക്ക് വലിയ ഭാഗ്യം. അപ്പം നമുക്ക് ബറോസിൽ മുട്ടയടിച്ച്, പക്ഷെ കോസ്റ്റ്യൂം 1000-2000 നിൽക്കൂല. അത് കഴിഞ്ഞ് ദൃശ്യരൊന്നും വേറെ കഴിഞ്ഞാരാ മോനുവിനെ വിളിക്കാൻ. മോനിൻ്റെ ഇത് കൂടെ ബാക്കി അല്ല. ആരാണ് മോനു എൻ്റെ അനിയനാണ്. സ്വന്തം അനിയനാണ്. എൻ്റെ വാങ്ങിക്കാം. ഓക്കെ, ഇനി 1-2 കമന്റ് കൂടെ ഉള്ളു. അതിൽ ഒരു കമന്റ് ചോദിച്ചിരിക്കുന്ന അഖിൽ മനു ചോദിച്ചിരിക്കുന്നതാണ്. പുള്ളി ചോദിച്ചിരിക്കുന്നത്, ഈ നായിൻ്റെ മോൻ്റെ ഓവർ ആക്ടിങ് കണ്ടാൽ അറിയാം അവനൊന്ന് വൈറലാവാൻ വേണ്ടി കൂടുതൽ നെഗറ്റീവ് പറയുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഖിൽ മനു. അല്ല, ഞാനിപ്പോൾ ഞാനൊരു സാരി കൊടുത്തോണ്ട് ഇത്രയും ആൾക്കാരിടയ്ക്ക് ഞാൻ വന്നു. ഞാൻ ഓട്ടോയിൽ തന്നെയാണ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ എല്ലാ ദിവസവും ശ്രീകണ്ഠേശ്വരത്ത് പോകണതാണ്. രാവിലെ ഞാൻ ഇതിൻ്റെ ഒരു ഒരുക്കത്തിൻ്റെ ഇതിൽ ഞാൻ ടെൻഷനായിട്ട് സംഭവം തുണിയെടുക്കാതെ വന്നു. പകരത്തിൻ്റെ തുണിയെടുക്കാതെ വന്നപ്പോൾ എന്താണ് അത് നിൻ്റെ ധൈര്യം കാണിക്കണം എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടിയാണ് അത് എടുക്കാതെ ഞാൻ വന്നത്. ആ ഒരു വഴി എനിക്ക് ഇഷ്ടമായിട്ട് ഒരുക്കി തന്നു. ഞാൻ സാരിയിലാണ് ഞാൻ പോയത്. പക്ഷേ അവൻ നായൻ്റെ മോൻ എന്നൊക്കെ എന്നെ പറഞ്ഞില്ലേ, ഞാൻ നായൻ്റെ മോൻ തന്നെ. അതിലൊരു കുഴപ്പമില്ല, എനിക്ക് പറയാനില്ല. പക്ഷേ അത് ചെയ്യാനുള്ള ധൈര്യം ഇയാൾക്കുണ്ടോ? ഇയാൾക്കില്ലല്ലോ. അപ്പം ഇയാളെ വീട്ടിലിരിക്കുന്നവരെന്ന് ഞാൻ പറയൂല. ഇയാളെ സുഹൃത്തുക്കളായിരുന്നാലും ഇയാളെ ബന്ധുക്കളാണ് ഇയാൾ നായൻ്റെ മോനെന്നാണ് വിളിക്കുന്നത്. അതെനിക്ക് ചോദ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ലാസ്റ്റ് ഒരു കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PK എന്ന സിനിമ അറിയാമല്ലോ, അമീർ ഖാന്റെ സിനിമ. ആ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം അറിയാമല്ലോ. ഒരു ഏലിയനായിട്ട് വേറെ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം അവിടുത്തെ ഏലിയൻസ് വസ്ത്രം ധരിക്കാറില്ല. അപ്പം ആ സിനിമയുടെ ഒരു മെയിൻ കഥാപാത്രമായിട്ട് വന്ന അദ്ദേഹം വന്നിറങ്ങുന്നത് വെറും ഒരു റേഡിയോ മാത്രം ഇങ്ങനെ കൊണ്ട് നഗ്നത മറിച്ചിട്ടാണ്. ഇനി അങ്ങനത്തെ ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ താങ്കൾ ഇനി അങ്ങനെ തീർച്ചയായും ഞാൻ ഏറ്റെടുക്കും. ആണോ? അല്ല, അതിനിപ്പോൾ കേസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പൊതുനിരത്തിൽ പൊതുമധ്യത്തിൽ ഇങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തി കഴിഞ്ഞാൽ കേസൊക്കെ വരും. അല്ല, അത് നമുക്ക് അങ്ങനെ വരാൻ പറ്റൂല. അല്ല, ഞാൻ പറഞ്ഞ സിനിമയിലൊക്കെ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. സിനിമയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ബോൾഡ് ക്യാരക്ടർ കിട്ടിയാൽ ഞാൻ ചെയ്യും. പിന്നെ നമുക്കിങ്ങനെ ഇത്രയും പൊതുജനങ്ങളെ മുന്നിൽ ഇങ്ങനെ വരാൻ പറ്റില്ല. കാര്യം എൻ്റെ മക്കളെ പ്രായമുള്ള ആൾക്കാരൊക്കെ പിള്ളേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചട്ടിടാതൊക്കെ ആണെങ്കിൽ ഞാൻ വരും.
അത് അറിയാം. പിന്നെ അമീർ ഖാനും പിന്നെ സൽമാൻ ഖാനൊക്കെ ചട്ടിയിൽ നിന്ന് അഭിനയിക്കാൻ പിന്നെ എനിക്ക് അഭിനയിച്ചിരുന്ന കാര്യം എന്താണ്? പിന്നല്ല. ഇനി ഒരു കമന്റ് കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് അങ്ങ് നിർത്താം. കാരണം ഇത് ഈ കമന്റ് ഇട്ട ആൾ നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. കാരണം നിങ്ങളുടെ അയാളുടെ പേര് ഫേക്ക് പ്രൊഫൈലാണ്, ഷിജു ബോണ്ട് എന്നാണ് പ്രൊഫൈൽ നെയിം. ഈവൻ കുളത്തൂരുള്ള ഒരു കീടം ചാണൂരാൻ എന്നാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണോ അതോ മനഃപൂർവ്വം? ചേട്ടാ, ഇപ്പം എൻ്റെ സ്ഥലത്തുള്ള കുറച്ച് കലാകാരന്മാരുണ്ട്. നമുക്ക് അവരാണെന്ന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചാണു എന്നുള്ള പേര് വിളിക്കുന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരന്മാർക്ക് മാത്രമേ ഈ ചാണു എന്നുള്ള പേര് അറിയാവൂ. വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ഇത് കൂട്ടുകാരൻ ആരെങ്കിലും, എൻ്റെ ഏതെങ്കിലും കൂട്ടുകാരനായിരിക്കും ഇത് ഇങ്ങനെ ഇട്ടത്. ഓക്കെ. ഇനി അടുത്ത് താങ്കൾ ഒരു കലാകാരൻ കൂടിയാണെന്നാണ് പറയുന്നത്. അതെ അതെ. സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ സിനിമകളിൽ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഏത് സിനിമയായിരുന്നു? പൃഥ്വിരാജിന്റെ കാപ്പയിൽ ഞാൻ പോയി. കാപ്പയിൽ ചെന്നപ്പം ഇവിടെ വലിയ വില്ലനായിട്ട് ആണ് നമുക്ക് ഒരു ഇത് കിട്ടി പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബാലരാമപുരത്തെ കട്ട വെയിലത്തായിരുന്നു. കയറി നിൽക്കി, പിന്നെ തിരിച്ച് വീണ്ടും മാറി നിൽക്കും, വീണ്ടും കയറി നിൽക്കുകയും തിരിച്ച് ബാക്കി നിൽക്കും. അതിലൊക്കെ നമ്മൾ ഒരുമാതിരി ബ്ലറായിട്ട് മാത്രമേ കാണിക്കുള്ളൂ, മനസ്സിലായില്ലേ? ചിലപ്പം ഫ്രെയിമിൽ വന്ന് അത്ര തന്നെയാണ്. പിന്നീട് ഞാൻ പോയി മടുത്ത് സിനിമ. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്നറിയാമോ? ഈ സിനിമ എടുക്കുന്ന ഒരു കഷ്ടപ്പാട് എന്താണ് ഏതാണെന്നുള്ള കാര്യം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും കാര്യം. അപ്പോൾ നമ്മൾ ഓരോ പടത്തിനെ കുറ്റം പറയുന്നത് നമ്മുടെ അതിലെ ഡയറക്ടർമാരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നല്ല സിനിമ നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് അനുകരണ കലയൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിയും. അത്യാവശ്യം മിമിക്രിയൊക്കെ ചെയ്യും. ഒരുപാട് നാളായി സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും? ഇപ്പൊ എടുക്കാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. എന്നാലും ഒരു ജയനോ ഒരു അങ്ങനെ എങ്കിൽ ഒരു സ്റ്റാറിനെ ചെയ്യാം, 1-2 സ്റ്റാറിനെ ചെയ്യാം. ഒരുപാട് നാളായി. അപ്പോൾ ആരെയാണ് അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് നാളായി ശ്രമിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ വരും. ദേവാസുരം എന്ന സിനിമയിൽ നെപ്പോളിയൻ എന്ന ക്യാരക്ടറിന് ശബ്ദത്തിലാണ് സൗണ്ട് കൊടുത്തത്. അപ്പോൾ ആ സിനിമയിലെ ഒരു ഡയലോഗാണ് ഞാൻ എടുക്കുന്നത്. ഒരു കാറ് കത്തിയാ എനിക്കത് പുല്ല, പകരം നിൻ്റെ ഈ തറവാട് കത്തിച്ച് കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്ക് അറിയേണ്ടത് നീ വീണ്ടും പടവൊരുക്കം തുടങ്ങിയെന്നാ. പേടിയല്ല നീലകണ്ഠ, സന്തോഷ. നീ അലങ്കോലമാക്കി ഈ ഉത്സവം. ഈ പുരുഷാരം നോക്കി നിൽക്കേ നിന്നെ ഞാനങ്ങ് തല്ലാൻ പോവുക. നീ എങ്ങാനും തിരിച്ചെങ്ങാനും തല്ലിയാൽ പടക്കും കത്തും മാതിരി അങ്ങ് കത്തും. കൊള്ളാം. അപ്പൊ വേറെ ഇതുപോലെ വേറെ എന്തെങ്കിലും? വേറെ ജനാർദ്ദന്റെ പഴയ ഡയലോഗാണ്. ലൂസിഫറിലെ ഒരു ഡയലോഗ് എടുക്കാം. താൻ പൊന്നപ്പനോ തങ്കപ്പൻ. ഉപദേശമല്ല കൊള്ള വർമ്മ സാറേ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഇത് പുള്ളിയുടെ ഒരു പഴയ ഇതാണ്. വേറെ ആരെങ്കിലും പഴയകാല നടൻ KP ഉമ്മറിന്റെ ഒന്നെടുക്കാം. അതൊന്നും ഇപ്പൊ ആരും എടുക്കൂല. മോളെ ശാരദേ, ഞാനൊരു വികാരി ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരും. ഓർമ്മയിരിക്കട്ടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അപ്പൊ കയ്യിൽ കുറെ സ്റ്റോക്കുകളുണ്ട്. അപ്പൊ ചുമ്മാ വന്ന് ഷോ ഇറക്കാൻ വേണ്ടി വരുന്നതല്ല. സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. ഇനി വേഷങ്ങൾ കിട്ടണമെന്ന് താല്പര്യമുണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. ഇല്ലേ? പിന്നെ പ്രേംനസീറിന്റെ ഒക്കെ അത്യാവശ്യമൊക്കെ എടുക്കുമായിരുന്നു. ഒരു ചെറിയൊരു സംഭവം പ്രേംനസീറിന്റെ വീണുകിടക്കിന് അടിക്കരുന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഗെറ്റപ്പ് പാട് വീണുകിടക്കിന് അടിക്കരുന്ന് എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ഗെറ്റപ്പ് ആരാണ് നീ? അസത്യം പറയണം. ആരായാലും എന്താ? കിഷൻ നായർ എൻ്റെ അച്ഛനാണ്. അനിയ ഞാനാണടാ നിന്റെ ജ്യേഷ്ഠൻ പ്രേം. അപ്പം കുറച്ച് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇനി വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആക്ടർ ഷാനു എന്നാണ്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് റാമ്പ് വാക്ക്, പിന്നെ അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്, ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട്, എന്തൊക്കെയാണ് പരിപാടികൾ? ഇതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണോ ഇതൊക്കെ? അതെ അതെ അതെ. അത് നമ്മുടെ സുഹൃത്ത് ഷംനാഥ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇങ്ങനെ മാൾ ഓഫ് റാങ്കൂറിൽ കൊണ്ടുപോയതും.
അത് നമ്മളൊരു കലാകാരനാണ് എന്നുള്ളൊരിതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇതൊക്കെ അറിയപ്പെട്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒരു അവസരം വന്ന് എന്നെ വിളിച്ചതാണ്. ഓക്കെ. മിമിക്രി തീർന്നില്ല, മിമിക്രി എടുക്കാതെ ഇനിയൊക്കെ സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തേച്ച് മിനിക്ക് ഒന്നുകൂടെ അങ്ങ് എടുക്കണം, ഒന്നുകൂടെ ഒന്ന് കളത്തിലിറങ്ങണം. കളത്തിലിറങ്ങണം. അല്ല പിന്നെ ആൾക്കാർ നമ്മളിങ്ങനെ പറയുമല്ലോ, ഇപ്പം ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്ക് അറിയണമല്ലോ, ഇതിപ്പം വെറുതെ ഒരു ദിവസം പൊട്ടി മുളച്ച് വന്നതല്ല. ഈ ഫീൽഡിൽ മിമിക്രി ഫീൽഡ് അതുമായിട്ട് കലാപരമായിട്ടുള്ള കഴിവുകളുണ്ട്. സിനിമകളിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൂടെ എങ്കിലും അങ്ങനെ മുഖം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി മുളച്ച് വന്നതല്ലെന്ന് ആൾക്കാർ അറിയട്ടെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആണ് ഷാനുവിൻ്റെ സ്വന്തം ഓട്ടോറിക്ഷ. വീഡിയോകളിൽ അദ്ദേഹം പരാമർശിക്കുന്ന എനിക്കിനി ഓട്ടോ ഓടിച്ച് വേണം ഇതിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ കിട്ടാൻ, അത് ഈ ഓട്ടോ ഓടിച്ചിട്ടാണ് അല്ലേ. കൂടെ അടുത്ത ഒപ്പിക്കേണ്ട പരിപാടിയിലാണ്. അപ്പം ഇത് പെട്ടെന്ന് അല്ല നൈറ്റ് ഷിഫ്റ്റൊക്കെ ഓടി, എക്സ്ട്രാ ഓട്ടോ ഓടി, എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഷാനുവിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചു. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്, കൊളത്തൂർ. പിന്നെ സിനിമാ പ്രേമിയാണ്. സിനിമകളിലൊക്കെ കണ്ടിട്ട് എക്സെൻട്രിക് ആയിട്ട് അഭിപ്രായം പറയുന്നത്. അപ്പം പലർക്കും പല ടേസ്റ്റിലാണല്ലോ അവരുടെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയുന്നു. പിന്നെ നമ്മൾ ചിലർ വേഷം കെട്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോസ്പ്ലേ എന്നുള്ളൊരു സംഭവമാണത്. അതായത് നമ്മളൊരു ഫിക്ഷണൽ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു മൂവി ക്യാരക്ടറിനെ അനുകരിച്ചുകൊണ്ട് അതുപോലെ ഡ്രസ്സ് ചെയ്ത് വരുന്നത്. നമ്മൾ ചില സമയത്ത് ചിലരുടെ കമൻറ്റുകൾ കാണും, ഫോറിനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ബർമുട നമ്മളിട്ട വെള്ളം നിൽക്കരുത്. കാരണം ഈ സെയിം സംഭവം ഈ ലോകത്തെല്ലായിടത്തും ആൾക്കാർ ചെയ്യുന്നതാണ്. നമ്മൾ സിനിമയുടെ ഒരു കഥാപാത്രങ്ങൾ അനുകരിച്ചുകൊണ്ട് വരും. അപ്പോൾ താങ്കൾ ഈ പുഷ്പ 2-ൻ്റെ ഒരു കഥാപാത്രത്തിന് ഒരു കോസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അതാണ് താങ്കൾ ചെയ്തത്. പിന്നെ അടുത്ത് വീണ്ടും ബറോസിൽ വരാൻ പോകുന്നു. കുറച്ച് താരങ്ങളുടെ ശബ്ദം അനുകരിച്ചു. എനിക്ക് തോന്നുന്നു ഒരാളുടെ കൂടെ ശബ്ദം അനുകരിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. ആരാണത്? എടുക്കാൻ കുറെ ഉണ്ട്. അല്ല എന്നാ ഒരു സൗണ്ടും കൂടെ പെട്ടെന്ന് അങ്ങ് എടുക്കാം. ഇന്ദ്രജിത്ത് നമ്മുടെ ഇന്ദ്രേട്ടൻ്റെയാണ്. ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് ഇന്ദ്രേട്ടൻ, നമ്മളെ സ്വന്തം ഇന്ദ്രേട്ടൻ. നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. രാജുവേട്ടനെ കാട്ടി നല്ല ആക്ടിങ് ആണ് പുള്ളി. ശരി, അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം കൂടി എടുത്തിട്ട്. ശരി. എന്താണ് നിന്റെ പേര്? കേൾക്കാനൊരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. പിള്ളേച്ച 10-15 കൊല്ലം മൈലേജ് സർവീസിലേക്ക് വന്നിട്ട് വട്ടപ്പേര് പറയടാ. മീശ മാധവനല്ലേ? നാളെ വരുമ്പോഴത്തേക്ക് ആ മീശ പഠിച്ചേച്ച് വരണം കേട്ടോടാ. ക്ലീൻ ഷേവ്. ഓക്കെ, നന്നായിരുന്നു. ദിലീപ് ചങ്കാണെന്ന് പറഞ്ഞിട്ട് ദിലീപ് അദ്ദേഹത്തിന്റെ ശബ്ദം എടുക്കാറില്ല അല്ലേ? അല്ല, ദിലീപേട്ടൻ്റെ സൗണ്ട് എനിക്ക് എടുക്കാൻ അറിയില്ല. ദിലീപേട്ട നമ്മളെ വീരാണ്. ഓക്കെ. അപ്പം അടുത്ത സിനിമ കാണാനായിട്ട് അടുത്ത വീണ്ടും തിയേറ്ററുകൾ നമ്മൾ അവിടെ വെച്ച് കണ്ട് തുടങ്ങിയ ഒരു സിനിമകൾ ഞാനും പലപ്പോഴും സിനിമകൾ കാണാൻ പോകുമ്പോൾ തിയേറ്റർ വെച്ച് ഇദ്ദേഹത്തെ കാണാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനും നോക്കിയിരിക്കാറുണ്ട്. അപ്പം അടുത്ത് വീണ്ടും നമ്മൾ തിയേറ്ററുകളിലൂടെ നമ്മൾ ഒരുമിച്ച് കാണും, ഒരുമിച്ച് തിയേറ്ററിലുണ്ടാവും. ഇനി വീണ്ടും നമ്മൾ തിയേറ്ററുകളിൽ നമുക്കൊരു കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. കൂടാതെ തന്നെ താങ്കളുടെ സ്വപ്നമായ ഒരു സിനിമയിലേക്ക് എന്തെങ്കിലും രീതിയിൽ താങ്കൾ എത്തിപ്പെടാൻ സാധിക്കട്ടെ. അതിനുള്ള തുടർന്നും ട്രൈ ചെയ്യുക. നെഗറ്റീവ് കമൻസുകളിൽ നിന്ന് കൂടുതൽ ഡിമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. താങ്കളുടേതായ രീതിയിൽ പറയുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടു കേട്ടോ. ഈ ഇടയ്ക്ക് എറണാകുളത്ത് വനിതാ തിയേറ്ററിലൊക്കെ പോയായിരുന്നല്ലോ സിനിമ, ഇന്ത്യൻ ടു സിനിമ കാണാനായിട്ട്. അവിടുത്തെ ഒരു കൾച്ചർ ഇവിടുത്തെ കൾച്ചർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ എന്താണ്? അവിടെ ഈ കൊച്ചി എന്ന് പറയുന്നതിൽ നമ്മൾ കൊച്ചിയിലെ വനിതാ തിയേറ്റർ ഞാൻ പോയി കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഏരീസ് പ്ലസ് ആണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ഏരീസ് പ്ലസിനെ വെല്ലാനായിട്ട് വേറെ ഒരു തിയേറ്ററിനകത്ത് ഞാൻ അവിടുത്തെ മാനേജറുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇന്ത്യൻ 2 ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഈ ഒരു വേഷത്തിൽ ചെന്ന്, അതായത് ഞാൻ ആറാട്ടെണ്ണ അലിൻ ജോസ് പെരേരയിലൊക്കെ ഞാൻ മൂലത്തിൻ്റെ വരി കയറുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ അന്ന് ചെന്നത് ഇന്ത്യൻ 2 അവിടെ വനിതാ തിയേറ്ററിൽ ആദ്യമായിട്ട് സിനിമയിലെ ഓരോ ക്യാരക്ടറിൻ്റെ ഓരോ വേഷമായിട്ട് ഇറങ്ങിയതിൽ ആദ്യം തുടക്കം കുറിച്ച ഞാനാണ്. വനിതയിൽ ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് പോയത്. അതിന് ശേഷമാണ് പിന്നെ ഓരോരുത്തരും ഓരോ വേഷമായിട്ട് വന്നത്. അതിനു മുമ്പ് ആരും വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. ഡാൻസ് കളി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ കൊച്ചിയിൽ ചെല്ലുമെന്ന് പറഞ്ഞ് എന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ അവിടെ കയറ്റിക്കളെ ഇവിടെ കയറ്റിക്കളെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ അല്ല ഒറ്റയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിങ്ങളും ചിരിച്ച് കളിച്ച ഞാൻ പോയി ആറാട്ടെണ്ണ അത് ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് പുള്ളി വന്ന് എന്നെ കണ്ട് സംസാരിച്ചു. ഇപ്പോഴും ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യും, ഇടയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കും, തിരുവനന്തപുരത്തോട്ട് വിളിക്കും. വിളിച്ചാൽ വരും. നമുക്ക് എക്സ്പീരിയൻസ് വരും, പുള്ളി വരും. അതെ, പുള്ളിക്ക് വരാൻ പറ്റാത്ത പുള്ളിയുടെ അമ്മ സുഖമില്ല. ശരിയാണ്. അതാണ് പ്രശ്നം. ആള് പാവമാണ്. പിന്നെ അലിൻ ജോസ് പെരേരനെ അറിയാം, അഭിലാഷ് ആട്ടയത്തിനെ അറിയാം.
എല്ലാവരും അറിയാം. പക്ഷേ ഞാൻ എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ അവരെ പൊക്കിക്കൊണ്ട് ഞാൻ നിൽക്കൂല. എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാതാവിലുള്ളത് ഞാൻ തുറന്നങ്ങ് പറയും. അത് എൻ്റെ മനസ്സിൽ അഴുക്ക് ഞാൻ വെക്കൂല. ഉള്ളത് അപ്പോഴേ തന്നെ മൂത്ത് നോക്കി പറയും. അതിന് ചേട്ടൻ്റെ അടുത്താകുന്നതിന് ശരി തന്നെ, മറ്റൊരാളുടെ അടുത്തായിരുന്നതിന് ശരി തന്നെയാണ്. അവിടെ എൻ്റെ ഭാഷ അവിടെയാണ് തീരണത്. എൻ്റെ മനസ്സിലുള്ളത് അവിടെ മൂത്ത് നോക്കി പറഞ്ഞങ്ങ് തീർക്കും. അല്ല മനസ്സിൽ കൊണ്ട് നടക്കൂല. ആ സ്വഭാവം എനിക്കില്ല. മനസ്സിലായില്ലേ? അതാണ് പറയണത് പുണ്ടാച്ചി പെർഫോമൻസ്. അത് ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ കണ്ടന്റുകളുണ്ട് ചേട്ടാ, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞാൻ അവിടെ ചെന്ന്, അവിടെ കൊച്ചിയിൽ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തു. ഞാൻ ചെന്നപ്പോൾ അതിന് ശേഷം ഞാൻ പൊക്കി പറയുന്നില്ല, ഒരുപാട് പേര് അത് ചെയ്ത്. പിന്നീട് എനിക്ക് തോന്നി അവിടത്തെക്കാളും ഇവിടെ നമ്മുടെ ആരീസിൽ നമ്മളെ തിരുവനന്തപുരത്ത് നമുക്ക് ഒന്ന് വന്നാൽ എങ്ങനെ ആകിക്കുമെന്ന് ഞാൻ ഒന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതുവരെ ആരും വന്നിട്ടുമില്ല. പക്ഷേ ഇനി ഒരാൾ വരണമെന്നാണ്, എന്നെ കണ്ട് ഒരാൾ വരണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. കാര്യം എന്നാലും ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാനാണ്. അത് എനിക്ക് സന്തോഷമാണ്. ഒരാൾ വരുമ്പോഴത്തേക്ക് ഞാൻ കാരണം ഒരാളും കൂടെ വന്നല്ലോ എന്ന് പറയാൻ സന്തോഷം. അത് വരാൻ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം സംസാരിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് അറിയാണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് വേറെ മാംഗോ ചില്ലിയുടെ സെയിൽസ് കയറി പെട്ടെന്ന് കൂടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ബിവറേജിലൊക്കെ പോകുമ്പോൾ മാംഗോ ചില്ലി അല്ലേ അതെന്ന് പറഞ്ഞു. അല്ല ചേട്ടൻ പോകുമ്പോൾ പറഞ്ഞെടുത്ത് എന്നിട്ട് പോകുള്ളൂ. അത് വേറെ പറഞ്ഞവിടെ തര അടിക്കേ, അതേ വേറെ കാര്യം. അല്ല ഇത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കമ്മീഷൻ വല്ലതും ഉണ്ടോ മാംഗോ ചില്ലി? ഇല്ല ഏട്ടാ ചിലപ്പോൾ 200 എൻ്റെ കാണും, 200 സുമേഷിൻ്റെ കാണും, 60 രൂപ പിന്നെ നമ്മൾ ഇടുമ്പോൾ ഇടും. താറാമുട്ട ഏതും അതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഇടുമ്പോൾ തന്നെ എടുക്കും. മിക്ക ദിവസങ്ങളിൽ ഇടുമ്പോഴാണ് എടുക്കണത്. ഓക്കെ, അപ്പം ശരിക്കും ഇതൊക്കെയാണ് ഷാനുവിൻ്റെ ജീവിതം. ഷാനുവിൻ്റെ ജീവിതത്തിലൂടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ച പോലെ തന്നെ വീണ്ടും അടുത്ത് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സിനിമാ പ്രേമികളാണ്. നമ്മളെല്ലാവരോടും സമദൂരം പാലിച്ചു പോവുകയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആറാട്ടണ്ണനായിരുന്നാലും എല്ലാവരും നമ്മൾ സിനിമ എന്നുള്ളൊരു മാധ്യമം, ആ മാധ്യമത്തിലൂടെ നമ്മളെല്ലാവരും കണക്റ്റഡായി നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. നമ്മളെ പോലുള്ള പ്രേക്ഷകരില്ലെങ്കിൽ സിനിമ ഇല്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത മിക്കവാറും മാർക്കോ അല്ലെങ്കിൽ ബറോസിന് നമുക്ക് തീർച്ചയായിട്ടും മാർക്കോയ്ക്ക് വരുന്നുണ്ട്. ഉണ്ണിമൂന്തന്റെ പടമല്ലേ? അല്ല, അപ്പൊ മാർക്കോയ്ക്ക് അപ്പം മറ്റേ സൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല ഏട്ടാ, അതൊന്നും പറയാൻ പറ്റൂല. അല്ല, ഇത് കാണുന്ന തിരുവനന്തപുരത്തുള്ള ഷോപ്പ് ഓണേഴ്സ് കാണുന്നുണ്ടെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഷാനുവിനെ കോണ്ടാക്ട് ചെയ്യാം. കാരണം ഇനി അടുത്ത് വരുന്ന സിനിമകൾക്ക് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂം അത് ചെയ്താൽ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമല്ലോ, തീർച്ചയായിട്ടും ചെയ്യല്ലോ. അപ്പം അത് ഇവിടെ ഉള്ളവർക്ക് കൂടെ ഷോപ്പൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് കൂടെ ഉള്ള ഒരു അറിയിപ്പായിട്ട് കൂടെ ഇത് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഷാനുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും, വീണ്ടും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും സിനിമകളെക്കുറിച്ചും പിന്നെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പം ജീവിതത്തിലും ഇനി അടുത്ത് വരുന്ന സിനിമകളിലും എല്ലാത്തിനും ഒരു ജീവിത വിജയം ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ചേട്ടാ, ജയ് മാംഗോ ചില്ലി. മാംഗോ ചില്ലി, ജയ് മാംഗോ ചില്ലി.